വഖഫ് പ്രശ്നത്തിൽ കേരളത്തിൻ്റെ ഗവൺമെൻറ് ഹൈക്കോടതിയിൽ സ്വീകരിച്ച നിലപാടോടുകൂടി സുപ്രീം കോടതിയിൽ വഖഫിന് പുതിയ വഖഫ് ഭേദഗതിക്കെതിരെ കേരളം കൊടുത്തിട്ടുള്ള കേസ് ഫലത്തിൽ അസാധുവായി എന്നുള്ളതാണ്. കാരണം മറ്റ് സംസ്ഥാനങ്ങൾക്കൊപ്പം നമ്മളും ഇത് കോൺഗ്രസ് ഭരിക്കുന്ന അല്ലെങ്കിൽ DMK ഭരിക്കുന്ന അന്നത്തെ സംസ്ഥാന സർക്കാരുകൾക്കൊപ്പം ശക്തമായ നിലപാടാണ് കേരളവും സ്വീകരിച്ചിരുന്നത്. നമ്മുടെ ഇൻട്രീം അപ്ലിക്കേഷൻ്റെ 12ാമത്തെ പാരഗ്രാഫ് വളരെ ശക്തമായി ഈ 14ാം വകുപ്പിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് നമ്മൾ കണ്ടിരുന്നത്. ഒന്ന്, വഖഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇസ്ലാമിക മതവിശ്വാസവും കൂടിയായി ബന്ധപ്പെട്ടുള്ളതാണ്. അതാണ് അതിൻ്റെ അടിത്തറ. അങ്ങനെയുള്ള വഖഫിൻ്റെ 10 എൻഡോമെന്റ്സും അതുപോലെ പ്രോപ്പർട്ടിയും ഓവർസീ ചെയ്യുന്ന, മോണിറ്റർ ചെയ്യുന്ന സംവിധാനത്തിൽ മുസ്ലിം വിഭാഗത്തിലുള്ളവർ മാത്രമേ പാടുള്ളൂ. അമുസ്ലിമുകളെ കൂടി ഉൾപ്പെടുത്തുന്നത് യാതൊരു യുക്തിയുമില്ലാത്ത കാര്യമാണ്. ഇതാണ് അത് നമ്മൾ പറഞ്ഞ 1ാമത്തെ പോയിന്റ്. മുസ്ലിം ഇസ്ലാമിക മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നതിൽ അമുസ്ലിമുകൾ ഉൾപ്പെടുത്തുന്നതിൽ യുക്തിരഹിതമാണ്, അത് തെറ്റാണ്. 2, നമ്മൾ ഉന്നയിച്ച പോയിന്റ്, ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 25, 26. ആർട്ടിക്കിൾ 14 തുല്യതയുടേതാണ്. അപ്പം എല്ലാ മതവിശ്വാസികൾക്കുള്ളതുപോലെ തുല്യമായ അവകാശം ഇസ്ലാം മതവിശ്വാസികൾക്കും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്കും ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ ആ ഭരണഘടന ഉറപ്പു നൽകുന്ന 14ാം ആർട്ടിക്കിളിന്റെ മൗലികാവകാശത്തിനെതിരാണ് ഈ അമുസ്ലിമുകൾ ഉൾപ്പെടുത്തണമെന്ന 14ാമത്തെ വകുപ്പ്. 25, 26 വിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട മൗലികാവകാശമാണ്. ഏത് വിശ്വാസം പിന്തുടരാനുള്ള അവകാശം ഭരണഘടനാപരമായ മൗലികാവകാശമാണ്. അതിൽ ഒരു വിഭാഗത്തിന്റെ വിശ്വാസത്തിൽ മറ്റൊരു വിഭാഗത്തിന് ഇടപെടാൻ സാധാരണഗതിയിൽ അവകാശമില്ലാത്തതാണ്. ഇതാണ് നമ്മൾ ഉന്നയിച്ച 2ാമത്തെ പോയിന്റ് എന്നുള്ളത്. 1ാമത്തേത് നേരത്തെ പറഞ്ഞ ഇസ്ലാമിക മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ബോർഡ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അതിൽ അമുസ്ലിമുകൾ വരുന്നത് വിശ്വാസപരമായി തന്നെ തെറ്റാണ്, യുക്തിരഹിതമാണ്. 2, ഭരണഘടനാ വിരുദ്ധമാണ്. 3ാമതൊരു കാര്യം കൂടി നമ്മൾ അതിനകത്ത് എടുത്തു പറഞ്ഞു. ഈ 14ന്റെ ഒരു അപകടം, വേണമെങ്കിൽ വഖഫ് ബോർഡിൽ അമുസ്ലിമുകൾ ഭൂരിപക്ഷമാകാം. അതിന്റെ പ്രൊവിഷ്യയിൽ 2 നോൺ മുസ്ലിം ഉണ്ടാകണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ നേരത്തെ ഉള്ളതിന് വ്യത്യസ്തമായി, നേരത്തെ പാർലമെന്റ് മെമ്പർ മുസ്ലിം ആണ് നമ്മൾ നിയമപ്രകാരം ചെയ്യേണ്ടത്. MLA മുസ്ലിമാണ്. ഇപ്പൊ അതൊന്നും മുസ്ലിം ആകണമെന്നില്ല. പുതിയ നിയമത്തിൽ ഏത് പാർലമെന്റ് മെമ്പറെയും നോമിനേറ്റ് ചെയ്യാം, ഏത് MLAയും നോമിനേറ്റ് ചെയ്യാം. 3 പേര് മാത്രമാണ് മുസ്ലിം വിഭാഗത്തിൽ വേണമെന്ന് നിഷ്കർഷിക്കുന്നത്. അതിൽ തന്നെ അതിന്റെ പ്രൊവിഷൻ പറയുന്നുണ്ട്, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കിട്ടുന്നില്ലെങ്കിൽ അല്ലാത്തവരും പരിഗണിക്കാം. അത് കഴിഞ്ഞിട്ട് സ്കോളർമാരാണ്, ഇസ്ലാമിക സ്കോളർമാർ, അവരെ സംബന്ധിച്ച് പറയുന്ന ഭാഗത്തും ഈ ഭാഗം തന്നെയാണ്. അതിനും പറയുന്നത് കോമ്പോസിഷൻ ഓഫ് ദ ബോർഡ്. 1 ചെയർപേഴ്സൺ 14, 1 മെമ്പർ ഓഫ് പാർലമെന്റ് ഫ്രോം ദ സ്റ്റേറ്റ് ഓർ ആസ് എ കേസ് മേ ബി നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി. മുസ്ലിമാന്ന് പറയുന്നില്ല. 1 മെമ്പർ ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, ആരെയും വയ്ക്കാം. നേരത്തെ നിയമത്തിൽ മുസ്ലിമിനെ വയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ 1 മുത്താബല്ലി ഓഫ് ദ, ഇതാണ് ദ ഫോളോയിങ് മെമ്പേഴ്സ് ബിലോയിങ് ടു മുസ്ലിം കമ്മ്യൂണിറ്റി. അതാണ് ഇതിനകത്ത് 14ന്റെ C. 1 മുത്താബല്ലി, പിന്നെ 1 എമിനന്റ് സ്കോളർ ഓഫ് ഇസ്ലാമിക് ഐഡിയോളജി, തിയോളജി, അല്ലെങ്കിൽ 2 or more elected members ഫ്രം ദ മുനിസിപ്പാലിറ്റീസ് ഓർ പഞ്ചായത്ത്. അവിടെ നിന്നുള്ളത് മുസ്ലിം ആയിരിക്കണം. അതിനും പ്രൊവിഷൻ എന്താ? പ്രൊവിസോ പറയുന്നത് ദാറ്റ് ഇൻ കേസ് ദർ ഈസ് നോ മുസ്ലിം മെമ്പർ അവൈലബിൾ ഫ്രം എനി ഓഫ് ദ കാറ്റഗറീസ് ഇൻ സബ് ക്ലോസ് 1 to 3. ഈ 3 എണ്ണത്തിൽ മുസ്ലിം മെമ്പർമാരില്ലെങ്കിൽ മേ ബി നോമിനേറ്റഡ്, നോൺ മുസ്ലിം നോമിനേറ്റ് ചെയ്യാം. പിന്നെ